എല്ലാവർക്കും നമസ്കാരം. പ്ലസ് പോയിന്റിൽ ഇന്നത്തെ ടോപ്പിക് പോക്സോ ആക്ട്. പോക്സോ ആക്ട് 2012. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യവും അത് തന്നെയാണ്, പോക്സോ ആക്ട് വന്ന വർഷം ഏതാണെന്ന്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ നിയമങ്ങളും അറിഞ്ഞിരിക്കണം. നിയമം നമ്മുടെ സുരക്ഷയ്ക്കുള്ളതാണ്. അപ്പൊ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ കാര്യങ്ങളെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലെ? എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്, അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അനുഭവപ്പെട്ടാൽ അത് വന്ന് കൃത്യമായി വീട്ടിൽ പറയണം. ഇനി അതേപോലെ തന്നെ നമ്മളൊരു ഉദ്യോഗസ്ഥനോ, നമ്മളൊരു അധ്യാപകനോ, നമ്മളൊരു ജീവനക്കാരനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടാൽ, ഉപദ്രവിക്കപ്പെട്ടാൽ അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇതെല്ലാം ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് പോക്സോ ആക്ട് 2012. 2019 അമെൻമെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് പോക്സോ ആക്ട് ആണ്. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു, പ്ലസ് പോയിന്റ് PSC എന്ന ടെലഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ 50 ദിവസം 50 ഹോട്ട് ടോപ്പിക് പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ ക്ലാസ്സുകളുണ്ട്, PDF നോട്ടുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ക്വിസുകളുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. എല്ലാവർക്കും കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം തികച്ചും ഫ്രീ ആയിട്ടാണ് ഈ ക്ലാസ്സുകൾ. പോക്സോ ആക്ട് പറഞ്ഞല്ലോ. ഇപ്പൊ CSEB നമ്മളോട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഈ വർഷം 2024 ചോദിച്ചൊരു ചോദ്യമായിരുന്നു, പോക്സോ ആക്ട് വന്ന വർഷം ഏതാണ്. ഇനി കേരള PSC എടുത്തു കഴിഞ്ഞാൽ വന്ന വർഷം മാത്രമല്ല, അതിലെ അമെൻമെന്റുകൾ എന്നാണ് വന്നത്, എത്ര സെക്ഷനുകളാണ്, ഇവയെല്ലാം തന്നെ ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കുട്ടികളുടെ സുരക്ഷയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ എന്ന്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ്. ഓക്കെ, കുട്ടികളെ സെക്ഷൽ ഒഫൻസുകളിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നുള്ള ആക്ട് ആണ് പോക്സോ ആക്ട് 2012 എന്ന് ഓർത്തു വെക്കുക. പോക്സോ ആക്ടില് 9 ചാപ്റ്റർ ആണുള്ളത്, അധ്യായങ്ങളാണുള്ളത്. ആദ്യം എപ്പോഴും പ്രിലിമിനറി ആയിരിക്കും, 1ഉം 2ഉം സെക്ഷൻ. അതിലാണ് ഈ സെക്ഷൻ 2ലാണ് കുട്ടിയെ ഡിഫൈൻ ചെയ്യുന്നത്. കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ പെൺ വ്യത്യാസമില്ല. 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരും പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടിയാണ്. നമ്മളോട്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വെൽഫെയർ ഓഫീസറുടെ എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, താഴെ തന്നിട്ടുള്ളതിൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ലിംഗനിരപേക്ഷ നിയമം ഏതാണെന്ന്. ഇപ്പൊ ഡൗറി പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് വുമൻസ് അട്രോസിറ്റീസ് ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഒക്കെ. ഇതൊക്കെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്നതാണ്. പക്ഷെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആക്ട് ആണ് പോക്സോ ആക്ട് എന്ന് ഓർത്തു വെക്കുക. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് സെക്ഷൻ 3 മുതൽ 12 വരെ പറയുന്നത്. കുട്ടികളെ പോർണോഗ്രഫി, അശ്ലീല, അതായത് കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ്, ഫോട്ടോസ് അവ എടുക്കുക, അവ ഉപയോഗിക്കുക, അവ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക, ഇതിനെതിരെയുള്ള നടപടിക്രമങ്ങളും ശിക്ഷകളുമാണ് ചാപ്റ്റർ 3യിൽ പറയുന്നത്, സെക്ഷൻ 13 മുതൽ 15. കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുകയോ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് 16 മുതൽ 18 വരുന്നു. കേസുകൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് 19 മുതൽ 23 വരെ. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് നമുക്കറിയാം, ഇൻ ക്യാമറ, അതായത് പ്രൈവറ്റ് ആയിട്ട് ജഡ്ജിയുടെ പ്രൈവറ്റ് ചേംബറിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം, വിധി എത്രയും പെട്ടെന്ന് വരണം. ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളെ കുറിച്ചാണ് 24 മുതൽ 27. സ്പെഷ്യൽ കോടതികൾ ഇതിനു വേണ്ടി സ്ഥാപിക്കണം. 28 32 സ്പെഷ്യൽ കോടതികളുടെ നടപടിക്രമങ്ങൾ എത്രയാണ്, ട്രയൽ എത്ര സമയം കൊണ്ട് പൂർത്തിയാക്കണം, വിധി എത്ര സമയം കൊണ്ടാണ് വരേണ്ടത്. 33 മുതൽ 38 അവസാന ചാപ്റ്ററിലെ മറ്റു പല കാര്യങ്ങൾ മിസലേനിയസ് വരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം, സെക്ഷൽ അബ്യൂസ് തടയുന്നതിന് വേണ്ടി വന്നിട്ടുള്ള നിയമമാണ് പോക്സോ ആക്ട് 2012. ഞാൻ പറഞ്ഞു, ഇപ്പോൾ LGS അല്ലെങ്കിൽ പ്രിലിംസ്, അതേപോലെ 10th ലെവല്, ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ തവണ CSEB ഒക്കെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം പോക്സോ ആക്ട് വന്ന വർഷം തന്നെയാണ്. പോക്സോ ആക്ട് 2012 വരുന്നത് എന്ന് ഓർത്തു വെക്കുക. പോക്സോ ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ്. പോക്സോ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. ഇതാണ് ആ നിയമത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. നോക്കൂ, പോക്സോ നിയമത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് ഞാൻ പറഞ്ഞു, ലിംഗ വ്യത്യാസമില്ല, ആൺ പെൺ വ്യത്യാസമില്ലാതെ. കാരണം പലപ്പോഴും നമുക്കറിയാം, ഇന്ത്യയിലെ നിയമങ്ങൾ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെ? പദ്ധതികൾ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ പോക്സോ ആക്ടില് ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമ സംരക്ഷണം, നീതി, അവരുടെ സുരക്ഷിതത്വം, അവരുടെ വ്യക്തിത്വം, അവരുടെ പ്രൈവസി എല്ലാം ഉറപ്പുവരുത്തുന്ന നിയമമാണ് പോക്സോ ആക്ട്.
കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് തരംതിരിച്ചുള്ള നടപടിക്രമങ്ങളും ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്നു. അതായത് ഓരോ തരം ഉപദ്രവങ്ങൾക്കും അല്ലെങ്കിൽ കുട്ടികളെ ആക്രമണങ്ങൾക്കും അതിൻ്റെതായ തലത്തിൽ ശിക്ഷ വിധിക്കുന്നു. അവർക്ക് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു, അവർക്ക് അവരുടെ പ്രൈവസി ഉറപ്പുവരുത്തുന്നു, അവരെ തിരിച്ചറിയാതിരിക്കാനുള്ള മാർഗങ്ങൾ ആദ്യമേ കോടതികൾ എന്ത് ചെയ്യുന്നു കൈകാര്യം ചെയ്യാറുണ്ട്. നടപടിക്രമങ്ങളിൽ ശിശു സൗഹൃദ നടപടികൾ. ഓക്കെ, ശിശു സൗഹാർദ്ദപരമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, നോക്കൂ, കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതോടൊപ്പം കുറ്റകൃത്യ വിചാരണയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നു. അതായത് സാധാരണയായിട്ട് നമുക്കറിയാം ഈ കോടതികളിൽ പോകുമ്പോണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സമയം ഒരുപാട് പോകും, പിന്നെ അതേപോലെ തന്നെ അതൊരു വാർത്തയാവും പൊതുജനങ്ങൾക്ക് മുന്നിൽ. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും എത്രയും വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും വേണ്ടിയിട്ട് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നു. അടുത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം, പോക്സോ ആക്ട് 2012 പ്രസിഡന്റിന്റെ അംഗീകാരം. പോക്സോ ആക്ട് നിലവിൽ വരുന്നത് 2012 നവംബർ 14 അത് പ്രത്യേകം ഓർത്തു വെക്കണം. നമുക്കറിയാലോ നവംബർ 14 നമ്മുടെ ചിൽഡ്രൻസ് ഡേ ആണ്, അല്ലെങ്കിൽ ശിശുദിനമാണ്. ആ 2012 നവംബർ 14 പോക്സോ ആക്ട് നിലവിൽ വരുന്നത്. എന്നാൽ പ്രസിഡന്റ് പ്രതിഭാ പാട്ടീലാണ് ഒപ്പുവെക്കുന്നത്. 2019 അമെന്റ്മെന്റ് വന്നപ്പോൾ രാംനാഥ് കോവിന്ദാണെന്ന് ഓർത്തുവെക്കുക. രണ്ടും ഓർക്കണേ. അപ്പൊ എന്താ പറഞ്ഞത്, പ്രസിഡന്റ് പോക്സോ ആക്ടിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് പ്രതിഭാ പാട്ടീലാണ് 2012. 2019 അമെന്റ്മെന്റ് വന്നപ്പോൾ രാംനാഥ് കോവിന്ദാണെന്ന് ഓർത്തു വെക്കുക. പോക്സോ ആക്ട് 2012 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19 ഓർക്കുക. പോക്സോ ആക്ട് പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 14 ഓർത്തു വെക്കുക. കുട്ടികളുടെ സംരക്ഷണം ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ്? വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിലാണെന്ന് ഓർത്തു വെക്കുക. നോക്കൂ, ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആർക്കാണ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഒരു പോക്സോ ആക്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്? ചോദ്യം വന്നിട്ടുണ്ട്. മാതാപിതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ചൈൽഡ് ലൈൻ പ്രവർത്തകർ, ഡോക്ടർ, ആശുപത്രി ജീവനക്കാർ, സ്കൂൾ അതോറിറ്റി, ഹോസ്റ്റൽ ജീവനക്കാർ, അധ്യാപകർ, പൊതുപ്രവർത്തകർ. കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാം. അതായത് ഇന്ന വ്യക്തിക്ക് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നില്ല. ഒരു കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആ കുട്ടി ലൈംഗിക ചൂഷണത്തിന് വിധേയമാവുന്നുണ്ടെന്ന് നമ്മളാണ് അറിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യണം. അത് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും അർഹതയുണ്ട്. ഇപ്പോൾ ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ കുട്ടി, ഇല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ ഒരു കുഞ്ഞിന്, ആർക്കും ആവാം, ചൈൽഡ് ലൈൻ പ്രവർത്തകർക്കാവാം, ഡോക്ടർക്കാവാം, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാകാം, ഇതൊക്കെ ആവാം. പൊതുജനത്തിനും ചെയ്യാം, ഏതൊരു കുട്ടിക്കും റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക, ഇവർക്ക് എല്ലാവർക്കും ഇത് റിപ്പോർട്ട് ചെയ്യാം. ഇത് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകേണ്ടത് ആർക്കൊക്കെയാണ്? നോക്കൂ, ലോക്കൽ പോലീസിന് കൊടുക്കാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് ഉണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജുവനൈൽ പോലീസിന്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്, ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പർ നിങ്ങളെല്ലാം സ്കൂൾ ബസ്സിന്റെ ഒക്കെ പുറകിൽ എഴുതി കണ്ടിട്ടില്ലേ? ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പറാണ് 1098. അപ്പൊ അതിൽ റിപ്പോർട്ട് ചെയ്യാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിൽ റിപ്പോർട്ട് ചെയ്യാം, ലോക്കൽ പോലീസിന് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി സ്റ്റേറ്റ് കമ്മീഷൻ ഉണ്ട്, അവിടെ റിപ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഉണ്ട്, അവിടെ റിപ്പോർട്ട് ചെയ്യാം. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റില് റിപ്പോർട്ട് ചെയ്യാവുന്നതാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത് നോക്കൂ, ഞാൻ പറഞ്ഞു 2019 കുട്ടികൾക്കുണ്ടാവുന്ന പീഡനങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്ന ഭേദഗതി ഉൾപ്പെടുത്തിക്കൊണ്ട് അമെന്റ്മെന്റ് ആക്ട് വന്നു. അപ്പൊ പോക്സോ ആക്ട് വന്നത് 2012 നവംബർ 14 പോക്സോ ബില്ലിൽ ആദ്യമായി ഒപ്പുവെച്ചത് പ്രതിഭാ പാട്ടീലാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കുട്ടികളുടെ ഗോവയിൽ ഒരു ആക്ട് ഉണ്ടായിരുന്നു എന്നല്ലാതെ രാജ്യവ്യാപകമായിട്ടൊരു ആക്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോക്സോ ആക്ട് 2012 ആദ്യമായിട്ട് രാജ്യവ്യാപകമായിട്ട് കുട്ടികളുടെ ലൈംഗിക ചൂഷണത്തിനെതിരെ വന്ന ആക്ട് എന്ന് പറഞ്ഞു. അതിൽ ഒപ്പുവെച്ചത് പ്രതിഭാ പാട്ടീലാണെങ്കിൽ 2019 കനത്ത ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഈ ഭേദഗതിയിൽ ഒപ്പുവെക്കുന്നത് രാംനാഥ് കോവിന്ദാണെന്ന് ഓർക്കുക. 2019 നിയമത്തെ എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. അവതരിപ്പിച്ചത് അന്നത്തെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രിയായ സ്മൃതി ഇറാനി ആയിരുന്നു. നോക്കൂ, പോക്സോ ഭേദഗതി ബില്ല് പാസാക്കിയ വർഷം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നിലവിൽ വന്നതാണ് കൂടുതലും ചോദിക്കുക.
2019 ജൂലൈ 24 രാജ്യസഭയിലും 2019 ഓഗസ്റ്റ് 1 ലോക്സഭയിലും 2019 ഓഗസ്റ്റ് 5 രാംനാഥ് കോവിന്ദ് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു എന്ന് ഓർക്കുക. നോക്കൂ, പോക്സോ ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? രാംനാഥ് കോവിന്ദ് ആണെന്ന് ഓർക്കുക. 2019 ഭേദഗതിയിലൂടെ പോക്സോ നിയമത്തിന്, അതായത് പോക്സോ കുറ്റത്തിന് വധശിക്ഷ വരെ എന്ത് ചെയ്യുന്നു? നൽകുന്നു. ഓക്കെ, അപ്പൊ വധശിക്ഷ, പോക്സോ കേസിന് വധശിക്ഷ വരെയുള്ള ശിക്ഷ നൽകാവുന്ന ഏത് ആക്ടിലാണ് ഉൾപ്പെടുത്തിയത്? 2019 ഭേദഗതിയിലാണെന്ന് ഓർത്തു വെക്കുക. പോക്സോ ബോക്സ് വരുന്നു. നോക്കൂ, കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകാൻ ആരംഭിച്ചത്. കാരണം പലപ്പോഴും റിപ്പോർട്ട് ചെയ്താൽ എന്താവും, അല്ലെങ്കിൽ അവരെ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യാന്നൊക്കെ പഠിച്ചു നിൽക്കുമ്പോൾ ഓൺലൈനായിട്ട് റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ പോക്സോ ബോക്സ്, അത് അന്ന് ഉദ്ഘാടനം ചെയ്തത് മേനകാ ഗാന്ധിയാണ്. പോക്സോ ബോക്സ് വന്നത് 2016 ഓഗസ്റ്റ് 26. ഇത് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, 2016 ഓഗസ്റ്റ് 26. ഒരു നിയമത്തെ നമുക്ക് എത്ര ക്ലാസ്സിൽ വേണമെങ്കിലും പഠിക്കാം. ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് ഇപ്പൊ CPO എക്സാമിനോ അതല്ലെങ്കിൽ ഫോഴ്സിന്റെ എക്സാമുകൾക്കൊക്കെ സ്പെഷ്യൽ ടോപ്പിക് വരുമ്പോൾ ഈ നിയമം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സാധാരണയായിട്ട് ഏതൊരു എക്സാമിന് മുമ്പ് എന്താ പഠിക്കേണ്ടത്? മുൻ വർഷങ്ങളിൽ ഈ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദിച്ചു അതെല്ലാം നമുക്ക് നോക്കാം. അത്രയും നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മാർക്ക് കിട്ടും. ഓക്കെ, നോക്കൂ, പോക്സോ ആക്ട് നിലവിൽ വന്നത് എന്ന് ഞാൻ പറഞ്ഞു. 2012 നവംബർ 14 ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം റിപ്പബ്ലിക് ആയതിന്റെ 63ാമത്തെ വർഷം. എല്ലാ നിയമങ്ങളും അങ്ങനെ ചോദിക്കും കേട്ടോ, ഏത് വർഷമാണെന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ആയതിന്റെ 63ാമത്തെ വർഷം നിലവിൽ വന്നതാണ് പോക്സോ ആക്ട് 2012. 14 നവംബർ 2012. പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്, വന്ന വർഷം, ഡേറ്റും വർഷവും എല്ലാം. നോക്കൂ, എ ചൈൽഡ് അണ്ടർ പോക്സോ ആക്ട്. പോക്സോ ആക്ടിന്റെ കണക്കിൽ എത്രയാണ് കുട്ടിയായി പരിഗണിക്കുന്നത്? 18 വയസ്സാണ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാലോ ബാലവേല നിരോധന നിയമമുണ്ട്, ഇവിടെ ചൈൽഡ് ലേബർ പ്രോഹിബിഷൻ ആക്ട് ഉണ്ട്. അവിടെ 14 വയസ്സാണ് കുട്ടി എന്നുള്ള പരിധി വരുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ നിയമത്തിലും അവിടെ കുട്ടിയെ ഡിഫൈൻ ചെയ്യും. ഇവിടെ സെക്ഷൻ 2 കുട്ടിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും എന്താണ്? കുട്ടികളാണെന്ന് ഓർത്തു വെക്കുക. Those who do not report sexual offences against children may be punished as per the act. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു കുഞ്ഞിന് ശിക്ഷ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെതിരെ ഒരു ലൈംഗിക അതിക്രമണം നടന്നു, അത് നിങ്ങൾ അറിഞ്ഞു, പക്ഷെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പോട്ടെ മോളെ, സാരമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അത് മറന്നേക്കൂ, അത് വിട്ട് കളഞ്ഞേക്കൂ, ഒരിക്കലും പാടില്ല. ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ആരായാലും, അധ്യാപകനാവാം, അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകനാകാം, അല്ലെങ്കിൽ പൊതുപ്രവർത്തകനാകാം, പൊതുജനമാവാം, മറ്റൊരു കുട്ടിയാവാം, അറിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ശിക്ഷ കിട്ടും. Those who do not report sexual offences against children, കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ പണിഷ്മെന്റ് ലഭിക്കും. Dash is considered to be the only specific piece of child abuse legislation in India before the POCSO Act 2012. ഇതെല്ലാം ഇംഗ്ലീഷിലാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് വരുമ്പോഴാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഒരു പ്രിലിമിനറി എക്സാമിന്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ ചോദിക്കാം, ഇനിയും ചോദിക്കാം. കാരണം നമുക്കറിയാം, ഓരോ തവണ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോഴും എക്സാമിന്റെ നിലവാരം കൂടാണ്. അപ്പൊ ഇംഗ്ലീഷിലാണെന്ന് വിചാരിക്കേണ്ട, കാര്യം മനസ്സിലായല്ലോ. 2012 പോക്സോ ആക്ട് വരുന്നതിന് മുമ്പ് ഈ വിഭാഗത്തിൽപ്പെട്ട ഏത് നിയമമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? ഗോവയിലെ ചിൽഡ്രൻസ് ആക്ട് 2003 മാത്രമാണ് കേട്ടോ. ഗോവ ചിൽഡ്രൻസ് ആക്ട് 2003. പോക്സോ ആക്ട് 2012 എന്തുമായി ബന്ധപ്പെട്ടതാണ്? കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ സെക്ഷൽ അബ്യൂസുമായിട്ട്. ഇത് CPOക്ക് ചോദിച്ച ചോദ്യമാണ്, ചൈൽഡ് സെക്ഷൽ അബ്യൂസുമായിട്ട്. അടുത്തത് നോക്കൂ, പോക്സോ ആക്ടിന്റെ ഫുൾ ഫോം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. ഇത് പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞു തരും. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ്. നോക്കൂ, ദ പോക്സോ ആക്ട് ഈസ് എ ലീഗൽ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ ദാറ്റ് എയിംസ് ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അബ്യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും തടയുക, രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന നിയമമാണ് പോക്സോ ആക്ട്. POCSO Act provides legal provisions for the mandatory reporting of child abuse cases and the establishment of special courts for speedy trial of offences. ഞാൻ പറഞ്ഞല്ലോ, ലീഗൽ പ്രൊവിഷൻ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല ആ കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി എന്ത് വേണം? പ്രത്യേക കോടതികൾ വേണം.
പോക്സോ ആക്ട് ഏത് തരത്തിലുള്ള നിയമമാണ്? ഞാൻ പറഞ്ഞത് എക്സാമിന് ചോദിച്ചാൽ ലിംഗനിരപേക്ഷം, ന്യൂട്രൽ ആണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ, കുട്ടിയാണോ അവർക്ക് ബാധകമാവുന്നതാണ്. അതുകൊണ്ടാണ് ന്യൂട്രൽ ലെജിസ്ലേഷൻ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ലിംഗനിരപേക്ഷം. വിച്ച് ബോഡി ഇനീഷ്യേറ്റഡ് പോക്സോ ഇ-ബോക്സ് ആൻഡ് ഓൺലൈൻ കംപ്ലൈന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഫോർ ഈസി ആൻഡ് ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് ഓഫ് സെക്ഷൽ ഒഫൻസസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ? നമ്മൾ പറഞ്ഞു 2019 ഓഗസ്റ്റ് 26 മേനകാ ഗാന്ധി ഉദ്ഘാടനം ചെയ്താണ് ഇ-ബോക്സ്. എന്താണ് ഇ-ബോക്സ് എന്ന് പറഞ്ഞു? ഓൺലൈനായിട്ട് നമുക്ക് കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ അബ്യൂസ് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പോർട്ടലാണത്. അപ്പോൾ ഈ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഓക്കെ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഇതിന്റെയൊക്കെ ചെയർമാൻമാരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകളിൽ അത് ഉൾപ്പെടുത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ഹെഡുകളെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കമ്മീഷന്റെ മേധാവികൾ അല്ലെങ്കിൽ മന്ത്രി സ്ഥാനത്തിരിക്കുന്നവർ, കാരണം നമുക്കറിയാം ഇന്നലെ കണ്ട വിദ്യാഭ്യാസ മന്ത്രിയല്ല ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരും. എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും ഈ പോസ്റ്റുകളിൽ മാറ്റം വരാം. ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ മതി +PSC എന്നുള്ളത്. കാരണം നമ്മൾ ഓരോ തവണയും എന്നാണോ എക്സാം വരുന്നത് അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം എന്ത് ചെയ്യും? ഇത്തരം കാര്യങ്ങൾ, ഇത്തരം പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് എന്നാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക, എപ്പോഴാണ് നിങ്ങളിത് കാണുക എന്ന് നമുക്കറിയില്ലല്ലോ. ആ സമയത്ത് ഇതിൽ പറയുന്ന ആളായിരിക്കില്ല ചിലപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ചൈൽഡ് റൈറ്റ്സിന്റെ എന്താ പറയുക ചെയർമാനായിട്ട് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു വനിതാ കമ്മീഷന്റെ ചെയർമാൻ അവരായിരിക്കില്ല, അല്ലെങ്കിൽ വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ മന്ത്രി അവരായിരിക്കില്ല. അപ്പൊ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളായിരിക്കും നമ്മുടെ ചാനലിൽ നമ്മൾ നൽകുക. +PSC എന്ന ടെലിഗ്രാം ചാനൽ പുതിയ ചാനലാണ്, അതുകൊണ്ട് ഫോളോ ചെയ്തോളൂ കേട്ടോ. നോക്കൂ, സെക്ഷൻ 6 പലതവണ ഇനി അടുത്ത് നോക്കൂ. പോക്സോ ഇ-ബോക്സ് വന്നത് 2016 ഓഗസ്റ്റ് 26 എക്സാമിന് ചോദിച്ചിട്ടുള്ള ഡേറ്റ് ആണ്. പോക്സോ നിയമപ്രകാരം കേസ് തീർക്കേണ്ട പരമാവധി സമയം 1 വർഷവും ട്രയൽസ് 6 മാസത്തിനുള്ളിലും എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ട്രയൽസ് 6 മാസത്തിനുള്ളിൽ, പോക്സോ കേസ് തീർക്കേണ്ട പരമാവധി വർഷം എന്ന് വെച്ചാൽ 1 വർഷത്തിനുള്ളിൽ. അതിനാണ് പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിട്ടുള്ളത്. സെക്ഷൻ 6 അഗ്രീവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു വെൽഫെയർ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. സെക്ഷൻ 12 ഓഫ് പോക്സോ ആക്ട് പനിഷ്മെന്റ് ഫോർ സെക്ഷൽ ഹരാസ്മെന്റ്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 21 ഇഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ കമ്പനി ഫെയിൽസ് ടു റിപ്പോർട്ട് എ പോക്സോ ഒഫൻസ് കമ്മിറ്റഡ് ബൈ ആൻ എംപ്ലോയി ദ റെസ്പോൺസിബിൾ പേഴ്സൺ ഈസ് പണിഷബിൾ അണ്ടർ. അതായത് ഒരു വ്യക്തി ഒരു കുട്ടിക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യം അറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ല, അത് കമ്പനി ആവാം ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അവർക്കെതിരെയുള്ള ശിക്ഷ പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 21 ചോദിച്ച സെക്ഷൻസ് മാത്രമാണ് എടുത്ത് തന്നിരിക്കുന്നത്. സെക്ഷൻ 23 സ്റ്റേറ്റ്സ് ദ സ്ട്രിക്റ്റ് പ്രൊസീജിയർ ഫോർ മീഡിയ റിപ്പോർട്ടിംഗ്. അതായത് നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ കുട്ടികളുടെ വാർത്തയായി കൊടുക്കുമ്പോൾ ബ്ലർ ചെയ്ത് ഫേസ് ബ്ലർ ചെയ്ത് കൊടുക്കും, ഒരിക്കലും അവരുടെ പേര് കൊടുക്കില്ല, അവരെ ഐഡന്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ അവരുടെ അച്ഛന്റെയോ അമ്മയുടെയോ പേര് ഒരിക്കലും പറയില്ല, ഒരു മീഡിയയിലും അവരുടെ ഫേസ് വരാൻ പാടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 23 സ്ട്രിക്റ്റ് പ്രൊസീജിയർ ഫോർ മീഡിയ റിപ്പോർട്ടിംഗ്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഭയങ്കരമായ കടന്നുകയറ്റം, യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജുകളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം ഇത്തരം നിയമങ്ങൾ. നമ്മൾ ആവേശത്തിൽ കയറി കുഞ്ഞിനെ ഇന്റർവ്യൂ ചെയ്യുകയും ആ കുഞ്ഞിന്റെ അഡ്രസ്സോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ മുഖമൊക്കെ ബ്ലർ ചെയ്തിട്ടാം, പക്ഷെ കുഞ്ഞാരാണെന്ന് അറിയുന്ന രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും ചോദിക്കാൻ പാടില്ല. നോക്കൂ, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ പ്രൈവസി ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് എ ചൈൽഡ് വിക്ടിംസ് ബൈ പ്രോഹിബിറ്റിംഗ് ദ ഡിസ്ക്ലോസ് ഓഫ് ദെയർ ഐഡന്റിറ്റി. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. മിനിമം അങ്ങനെ ചെയ്താൽ 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. സെക്ഷൻ 36 അണ്ടർ ദ പോക്സോ ആക്ട് 2012 ദ ട്രയൽ ഷാൽ ബി കണ്ടക്ടഡ് ഇൻ ക്യാമറ. ഇത് നമ്മളോട് മെഡിക്കൽ ഓഫീസർ എക്സാമിന് ഒരു ചോദ്യമാണ്. ആൻഡ് ഇൻ ചൈൽഡ് ഫ്രണ്ട്ലി മാനർ. ഏതാണ് കറക്റ്റ്? ഇൻ ക്യാമറ എന്ന് പറഞ്ഞാൽ എല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാന്നല്ല, ഇൻ പ്രൈവറ്റ് ജഡ്ജിയുടെ പ്രൈവറ്റ് ചേംബറിലായിരിക്കും. അവരെ പൊതുമധ്യത്തിലോ അല്ലെങ്കിൽ എല്ലാ കോടതിയുടെ ഒരു കോമൺ കോടതിയുടെ സാഹചര്യത്തിലോ ഒരിക്കലും അവരെ എന്ത് ചെയ്യാൻ പാടില്ല? ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും പാടില്ല. ഇൻ ക്യാമറ ആയിരിക്കണം. ഇൻ ക്യാമറ എന്ന് പറഞ്ഞാൽ അതൊരു ഫോറിൻ വേർഡാണ്. നമ്മളോട് എക്സാമിന് പലപ്പോഴും ഇംഗ്ലീഷിന്റെ ഭാഗത്ത് ചോദിക്കുന്നതാണ് പ്രൈവറ്റ്. ഓക്കെ, അപ്പോൾ ജഡ്ജസ് പ്രൈവറ്റ് ചേംബറിലായിരിക്കും. ചൈൽഡ് ഫ്രണ്ട്ലി ശിശു സൗഹാർദ്ദ മാതൃകയിലായിരിക്കും ചെയ്യേണ്ടത്. As per the POCSO Act 2012, the punishment for penetrative sexual assault not less than 7 വർഷം but may be extended up to imprisonment. ജീവപര്യന്തം അല്ലെങ്കിൽ 7 വർഷം, 7 വർഷം അല്ലെങ്കിൽ പരമാവധി ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പോക്സോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയത് ഇപ്പോൾ 2019 എക്സാമിന് ചോദിച്ചു. ആസ് പെർ പോക്സോ അമെൻമെന്റ് ആക്ട് 2019, ഇത് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്.
പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഓൺ ചൈൽഡ് ലെസ് ദാൻ 16 ഇയേഴ്സ്, അതായത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടിക്കെതിരെയാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെങ്കിൽ ഇംപ്രിസൺമെന്റ് ഫോർ 20 ഇയേഴ്സ്. ഓക്കെ, 20 വർഷം വരെ തടവും, അതേപോലെ തന്നെ അല്ലെങ്കിൽ ആളുടെ ജീവിതാവസാനം വരെ എന്നാണ് ജീവപര്യന്തം കേട്ടോ. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, നമ്മൾ പറഞ്ഞു മീഡിയ റിപ്പോർട്ടിംഗ് പാടില്ല അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന തരത്തിൽ പാടില്ല, സെക്ഷൻ 23 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയപരിധി ഇല്ല. ഓക്കെ, പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ എന്തില്ല, സമയപരിധി ഇല്ല. ഇതൊരു ടൈപ്പിസ്റ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ടൈപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ള ഏതൊരു എക്സാമിനും ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. 2019 പോക്സോ അമെൻമെന്റ് ആക്ട് പെനിട്രേറ്റീവ് സെക്സിനിടയിൽ കുട്ടി മരണപ്പെട്ടാൽ വധശിക്ഷ വരെ, നമ്മൾ പറഞ്ഞു ഒരു പോക്സോ കേസിൽ വധശിക്ഷ നൽകാവുന്ന നിയമം കൊണ്ടുവന്നത് 2019 അമെൻമെന്റ് ആക്ടിലാണ്. അതായത് കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനിടയിൽ ആ കുഞ്ഞ് മരണപ്പെട്ടു പോയാൽ ആ ചെയ്ത വ്യക്തിക്ക് വധശിക്ഷ നൽകാനുള്ള വകുപ്പ് ഉൾപ്പെടുത്തിയത് എവിടെയാണ്? 2019 ഭേദഗതിയിൽ. നോക്കൂ, പോക്സോ അമെൻമെന്റ് ആക്ട് സൈൻ ചെയ്തത് 2019 ഓഗസ്റ്റ് 5 പ്രസിഡന്റ് അന്ന് രാംനാഥ് കോവിന്ദ് ആണ്. പോക്സോ അമെൻമെന്റ് ആക്ടിന് എവിടം വരെ എക്സ്റ്റെൻഡ് ഉണ്ട്? ഹോൾ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ മുഴുവൻ ബാധകമാണ്. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. പത്തനംതിട്ടയിൽ ഒരു സ്കൂൾ കുട്ടി ആളുടെ കൂടെ പഠിക്കുന്ന ആരോ ഇഷ്ടം എന്തൊക്കെയോ അവർ തമ്മിലുണ്ടായ പ്രശ്നം, പക്ഷെ ആ കുട്ടി നേരെ അത് പോക്സോ ആയിട്ട് റിപ്പോർട്ട് ചെയ്തു, എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട്. മറ്റു കുട്ടികളും എല്ലാവരും ഈ പ്രായത്തിൽ പരിധിയിൽ താഴെയുള്ള കുട്ടികളായിരുന്നു. എല്ലാവർക്കെതിരെയും കേസ് വന്നു, പ്രത്യേകമായിട്ട് അന്വേഷിച്ചു. അവസാനം ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഇവരോടുള്ള എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്, ചെയ്യാൻ പാടില്ല. പക്ഷെ ഓർക്കുക, ഒരു കുട്ടി വ്യാജമായിട്ട് പോക്സോ റിപ്പോർട്ട് ചെയ്താലും ആ കുട്ടിക്ക് പണിഷ്മെന്റ് ഒന്നും ലഭിക്കില്ല. എന്നാൽ ഒരു വ്യക്തി കുട്ടിക്കെതിരെ വ്യാജ വിവരം നൽകിയാൽ അയാൾക്ക് പരമാവധി 1 വർഷം വരെ ശിക്ഷ നൽകാം. പക്ഷെ കുട്ടിയാണ് വ്യാജ പരാതി നൽകിയെങ്കിൽ കുട്ടിക്ക് ശിക്ഷ കിട്ടില്ല, കാരണം ചൈൽഡ് ഫ്രണ്ട്ലി മാനറിലാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഒരു കുട്ടി വ്യാജ പരാതി നൽകിയാൽ അതിന് ശിക്ഷ ലഭിക്കില്ല. പക്ഷെ കുട്ടിക്കെതിരെ, അതായത് കുട്ടിക്കെതിരെ മീൻസ് കുട്ടിക്കെതിരെ ഒരു വ്യാജ വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം ഉണ്ട് എന്നൊരു വ്യക്തി റിപ്പോർട്ട് ചെയ്താൽ അയാൾക്ക് 1 വർഷം വരെ ശിക്ഷ ലഭിക്കാം. പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം? പോലീസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. പഠിച്ചു വെച്ചോളൂ. പോക്സോ കേസിൽ ഒരു വ്യക്തി സംഭവം പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ 6 മാസം വരെ തടവ് ലഭിക്കാം അല്ലെങ്കിൽ പിഴ ലഭിക്കാം. നമ്മൾ പറഞ്ഞു അറിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യണം. ചൈൽഡ് പോണോഗ്രഫി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക, അതൊക്കെയാണ് ചൈൽഡ് പോണോഗ്രഫി. സെക്ഷൻ 13 ആണ്. നമ്മുടെ സൈബർ നിയമത്തിൽ ഇന്ത്യൻ IT ആക്ട് അതിലെ സെക്ഷൻ 67B ചൈൽഡ് പോണോഗ്രഫി ആണെന്ന് ഓർത്തു വെക്കുക. പോക്സോ ആക്ടിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2012 ഞാൻ പറഞ്ഞു പ്രതിഭ പാട്ടീലാണ്, 2019 ആണെങ്കിൽ രാംനാഥ് കോവിന്ദ്. നിലവിൽ വന്നത് 2012 നവംബർ 14. കുട്ടി എന്നാൽ 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടി പെൺകുട്ടി ജെൻഡർ ന്യൂട്രൽ ആണ്, ലിംഗ നിരപേക്ഷ നിയമമാണ്. ഭേദഗതിക്ക് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് പറഞ്ഞു. നിലവിൽ വന്നത് ഓഗസ്റ്റ് 16. ഇത് ഒരെണ്ണം ഓർത്തു വെക്കണേ. 2019 അമെൻമെന്റ് ആക്ട് നിലവിൽ വന്നത്. ബോക്സ് വന്നത് 2019 ഓഗസ്റ്റ് 26 പറഞ്ഞു. ഇത് 2019 ഓഗസ്റ്റ് 16. ആകെ കുറച്ച് പോയിന്റ് ആണ് പറയുന്നതെങ്കിൽ ഈ എല്ലാ പോയിന്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ എല്ലാം തന്നെ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ് കേട്ടോ. പോക്സോ ആക്ടിൽ ആകെ 9 അധ്യായങ്ങളും ചാപ്റ്ററുകളും 46 സെക്ഷനുകളുമാണ് ഉള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. എല്ലാ സെക്ഷനും ഒന്നും പഠിക്കേണ്ട, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സെക്ഷനുകൾ പഠിക്കണം. പോക്സോ ആക്ടിന്റെ ഇമ്പോർട്ടന്റ് സെക്ഷൻ 3 പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, സെക്ഷൻ 4 അതിനുള്ള ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തവുമാണ്. ഞാൻ പറഞ്ഞു 2019 അമെൻമെന്റിലാണ് കൊണ്ടുവന്നത്. പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനിടയിൽ കുഞ്ഞു മരണപ്പെട്ടാൽ വധശിക്ഷ വരെ ലഭിക്കാം. 16 വയസ്സിന് താഴെയുള്ള കുട്ടിയോടാണെങ്കിൽ 20 വർഷത്തിൽ കുറയാത്ത തടവോ ജീവപര്യന്തോ കൂടാതെ പിഴയും ആവാം. ഇവിടെ ജീവപര്യന്തം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ടൈം ആണ്. 14 വർഷം കഴിഞ്ഞാൽ തീരുവൊന്നുമില്ല കേട്ടോ. പിഴത്തുക കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നൽകുക എന്ന് ഓർത്തു വെക്കുക. ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. സെക്ഷൻ 7 സെക്ഷൽ അസോൾട്ട് ആണ്, അതിനുള്ള ശിക്ഷയാണ് നൽകുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇത് ഒരു ജനറൽ ആയിട്ട് നിങ്ങളൊരു പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട് അറിയാനുള്ള കാര്യമാണ്. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് നിയമങ്ങൾ പഠിക്കാനുള്ള പോസ്റ്റുകൾ ഉണ്ടാവും. CPO പോലെയുള്ള പോസ്റ്റുകൾക്കൊക്കെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് വരുമ്പോൾ അവിടെ പോക്സോ ആക്ട് എന്ത് ചെയ്യാനുണ്ട്, പ്രത്യേകമായി പഠിക്കാനുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ ഇനിയിപ്പോൾ CPOയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും.
നിലവിൽ നമുക്ക് കോച്ചിങ് ആയിട്ടുള്ളത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന എക്സാമുകൾക്കും കേരള PSC നടന്ന LD ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാമിനുമാണ്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സിലബസ് കവർ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ആപ്പിലും ഡെമോ ക്ലാസ്സസ് നമ്മുടെ ചാനലിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് കാണുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും LD ടൈപ്പിസ്റ്റോ കമ്പ്യൂട്ടർ അസിസ്റ്റന്റോ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഫുൾ സിലബസ് ഏറ്റവും നന്നായിട്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമ്മൾ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ലഭിക്കാൻ ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതുകൂടാതെ നമ്മുടെ +Point PSC എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.